നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാ പ്രാവശ്യവും നമ്മൾ സ്പെഷ്യലാണ് ചെയ്യുന്നത്, പക്ഷെ എന്നാലും ഇന്ന് നമ്മൾ 2 ഡിഷ് ചെയ്യുന്നുണ്ട്. ഒരു വെജിറ്റേറിയനും ഒരു നോൺ വെജിറ്റേറിയനും. അത് വെജിറ്റേറിയൻ ഈ പറഞ്ഞുകൂടെ ഒരു സ്നാക്കാണ്, പക്ഷെ നോൺ വെജിറ്റേറിയൻ ഒരു എന്നാ പറയുന്ന ഒരു ചിക്കൻ കറി അല്ല. എന്നാൽ എല്ലാവർക്കും അറിയാം ഈ ചിക്കൻ മപ്പാസ് എന്ന് പറയാമെന്ന്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേണ്ടിയത് സവാള, അത് ചതുരത്തിലല്ല നീളത്തിൽ കനം കുറച്ചരിഞ്ഞാൽ നമുക്ക് വഴറ്റാൻ ഒത്തിരി എളുപ്പമാണ്. പിന്നെ വേണ്ടിയത് പച്ചമുളകാണ് ഇതിൻ്റെ വരുന്നത്. അതുകൊണ്ട് എരിവുള്ള പച്ചമുളകും അല്ലാത്ത പച്ചമുളകും എടുക്കുമ്പോൾ അതിൻ്റെ എണ്ണം നോക്കിയിട്ട് എടുത്തേച്ചാൽ മതി. പിന്നെ ആദ്യം ഇത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേണ്ടിയത് ഇഞ്ചി കുഞ്ഞായിട്ട് അരിയാം. അതല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ വെളുത്തുള്ളിയും ഇതേപോലെ ഞാൻ കൊച്ചായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ എൻ്റെ മാസ്റ്റർ പീസ് കറിവേപ്പില നാച്ചുറലി വേണം. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയല്ല നമുക്ക് വേണ്ടിയത്, ചതച്ചതാണ് വേണ്ടിയത്. പിന്നെ വേണ്ടിയത് മല്ലിപ്പൊടി. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ടൊമാറ്റോ ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞേച്ചാൽ ഒട്ടും കട്ടി വേണ്ട, അതാകുമ്പം വഴറ്റാൻ ഇച്ചിരി എളുപ്പമുണ്ട്. പിന്നെ വേണ്ടിയത് ഉരുളക്കിഴങ്ങ് സ്ക്വയർ പീസസ് ആയിട്ട്, അത് സ്ക്വയറായിട്ട് അരിയണം. ഉള്ളിയും തക്കാളിയും നീളത്തിൽ അരിയണം. ഉരുളക്കിഴങ്ങ് സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞാൽ മതി. പിന്നെ ഞാനിവിടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കുന്നതാണ് ഗരം മസാല. പക്ഷെ ഇവിടെ ഞാൻ പൊടിച്ചേക്കുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും മാത്രം പൊടിച്ചാൽ മതി. അത് ഒത്തിരി പൗഡേർഡായിട്ട് പൊടിക്കണം എന്നൊന്നുമില്ല. ഒത്തിരി ഒന്ന് എന്നാ പറയുന്നത് ഒരു ചതച്ച് കിട്ടിയേച്ചാലും മതി. പിന്നെ വേണ്ടിയത് ഉപ്പ്. ഇനി ചിക്കൻ, ഇതൊരു 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഈ ചിക്കൻ എന്നാ ചെയ്യണമെന്നറിയോ? ചിക്കൻ മപ്പാസ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മട്ടൺ മപ്പാസ് ഉണ്ടാക്കാറുണ്ട്. ആ മട്ടന് നമ്മൾ എത്രയാണ് മുറിക്കുന്ന ആ വലുപ്പമില്ലേ, മട്ടൻ്റെ ഒരു കഷ്ണത്തിൻ്റെ വലുപ്പം എത്രയാണോ ആ വലുപ്പത്തിനനുസരിച്ച് തന്നെ നമ്മൾ ഈ ചിക്കനും മുറിച്ച് വെച്ചാൽ മതി. അപ്പോൾ വേവാൻ എളുപ്പമുണ്ട്, എന്നാൽ കഷ്ണം കിട്ടുകയും ചെയ്യും. വലിയ പീസായിട്ട് എടുക്കുകയും വേണ്ട. പിന്നെ വേണ്ടിയത് 1-ാം പാലും 2-ാം പാലും. 1-ാം പാല് നല്ല കട്ടിപ്പാലായിരിക്കണം. 2-ാം പാല് കുറച്ച് എന്നാ പറയുന്നത് ഇച്ചിരി ലൂസായാലും വേണ്ടിയല്ല. പിന്നെ വേണ്ടിയത് എണ്ണ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമുക്കിവിടെ നമ്മുടെ ചിക്കൻ മപ്പാസ് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. കത്തിച്ച് നമുക്ക് പാൻ വെക്കുക. ഇതിനകത്ത് എന്നാന്ന് വെച്ചാൽ നമുക്ക് കടുകില്ല, അതിന് പകരം നമുക്ക് എന്നാ പറയുന്നത് എണ്ണ ഒഴിച്ച് ഉള്ളി വഴറ്റാൻ ഇട്ടേച്ചാൽ മതി. എണ്ണ നല്ല ചൂടായ ശേഷം നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, ഇനി ഈ ഉള്ളി നല്ലതായിട്ടൊന്ന് വഴറ്റണം. ഈ വഴറ്റുന്ന സമയം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഇട്ടാൽ എന്നാ പറയുന്നത് പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടും. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്തായാലും ഇച്ചിരി ഉപ്പിടാൻ പോകും. ഒത്തിരി ഇടരുത്, നമ്മൾ കറിയിൽ ഉപ്പിടാനുള്ളതാ. ഇതൊന്ന് നമുക്ക് ഉള്ളി പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ്. ഉള്ളി അങ്ങോട്ട് വഴന്ന് തുടങ്ങുമ്പോൾ നമുക്ക് എന്നാണ് ചെയ്യേണ്ടതെന്നറിയോ? പച്ചമുളക് എരിവ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തോണം. ഇതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നാച്ചുറൽ എൻ്റെ കറിവേപ്പില, കടുകില്ലെന്നേ ഉള്ളൂ. ഇത് ഇത്രയും നല്ലതായിട്ട് അതൊന്ന് മൂക്കണം. ഈ പച്ചമുളക് ഇടുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ട എന്നാന്നറിയാം, നമ്മൾ ഇപ്രാവശ്യം കുരുമുളക് ചതച്ചയാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊടി അല്ലാത്തതുകൊണ്ട് അതിൻ്റെ എരിവും കൂടെ ഇച്ചിരി വരും. പൊടി ആണെങ്കിലും ഇച്ചിരി എരിവ് കുറയും കുരുമുളകിന്, ചതച്ചിടുന്നതുകൊണ്ട് ഇച്ചിരി എരിവ് കൂടും. അതുകൊണ്ട് അതും കൂടെ നോക്കിയിട്ട് വേണം പച്ചമുളക് ചേർക്കാൻ. ഇത് നല്ലതായിട്ട് വഴറ്റണം. അതായത് എന്നാന്നറിയോ, നമ്മുടെ ഉള്ളി അധികം അറിയണ്ട. നമ്മൾ ചിക്കനും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഉള്ളി വെന്ത് അതിൻ്റെ കൂടെ അങ്ങ് ചേരണം. ഇച്ചിരി ഒത്തിരി എന്നാ പറയുന്നത് ട്രാൻസ്പെറൻ്റ് അല്ല, എന്നാൽ നമ്മളെ ഒത്തിരി മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടൊക്കെ ഉള്ളിയുടെ അവിടെ ഇവിടെയൊക്കെ വരുവല്ലേ, അതാ പരുവം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി,
പൊടി ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ എപ്പോഴും നമ്മൾ തീ അങ്ങോട്ട് കുറയ്ക്കണേ, ഇല്ലെങ്കിൽ ആ പൊടിയൊക്കെ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകും. എന്നാൽ പെട്ടെന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കരിച്ചോവയുടെ ഒക്കെ സ്വാദ് വരും. അതുകൊണ്ട് ഇച്ചിരി അങ്ങോട്ട് തീ കുറച്ചേച്ച് പൊടി ഇട്ടേച്ചാൽ മതി. ഈ പൊടി അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഗരം മസാല. ഗരം മസാല ഏതാണെന്നറിയോ? നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നില്ലേ ആ ഗരം മസാല. അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക. വേറെ ഒന്നും പൊടിക്കരുത്. തക്കോലം വേണ്ട, പെരുജീരകം വേണ്ട, ഒന്നും വേണ്ട. പട്ട, ഗ്രാമ്പൂ, ഏലക്ക. കുറച്ച് ഗരം മസാല അതിലോട്ടിടുക. ഇതും മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ തക്കാളി മുഴുവനും ഇടണ്ട, കുറച്ച് മാറ്റി വെച്ചേക്കണേ. എന്നാന്നറിയാവോ? നമ്മൾ ആ കറി അങ്ങോട്ട് വെന്ത് കഴിയത്തില്ല. അതായത് രണ്ടാം പാൽ ഒഴിച്ച് ഇറച്ചി നല്ലതായിട്ട് വെന്തേച്ച് നമ്മൾ വാങ്ങാറായിട്ട് ഒന്നാം പാൽ ഒഴിക്കുവല്ലേ, ആ സമയം ഒരു 5-6 കഷ്ണം അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയിൽ നിന്ന് ഒരു 5-6 കഷ്ണം അതിലോട്ട് ഇങ്ങനെ വെതറിയേച്ച് അടച്ചു വെക്കണം. അപ്പോൾ എന്നാന്നറിയോ? ആ ഒരു റെഡിഷും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത ഒരു എന്നാ പറയുന്ന ഒരു കളർ അതിനകത്ത് വരും. അതുകൊണ്ട് ഞാൻ എന്താ ഇത്രയും തക്കാളി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 5-6 ഇതളും മതി. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി, ചതച്ച കുരുമുളക് വേണം, നമുക്ക് കുരുമുളക് പൊടി വേണ്ട. ഇനി തീ അങ്ങോട്ട് നല്ല സിമ്മാക്കി വെച്ച് നമുക്ക് നമ്മുടെ ഇറച്ചി ഇടാം. ഇതെന്താ ഞാൻ പറഞ്ഞില്ലേ, ഇറച്ചി നല്ല കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞേക്ക്. നമ്മുടെ മട്ടനൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവർ അരിഞ്ഞ് തരികയില്ല, അത്രയും മുഴുപ്പ് മതി ഓരോ കഷ്ണം. ചിക്കൻ നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ രണ്ടാം പാലില്ലേ അതൊഴിക്കുക. ഇനി ഈ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് ചിക്കൻ നല്ലതായിട്ട് വേവണം. ഈ വേവുന്ന സമയത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞു, ആദ്യമേ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിക്കൻ വേവുകയില്ലാന്ന്. ആദ്യം നമ്മൾ ചിക്കൻ പെരട്ട് വെച്ചപ്പോൾ. പക്ഷേ ഇതിനകത്ത് ഇടുന്ന എന്നാണെന്നറിയാവോ? ഇത് നമ്മൾ കൊച്ചായിട്ട് അരിഞ്ഞേക്കുന്നത്, അപ്പോൾ ചിക്കൻ അധികം വേവില്ല. അതുകൊണ്ട് ഞാൻ ഒരിച്ചിരി ഒത്തിരി ഇടരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റിയപ്പോഴത്തേന് ഇച്ചിരി ഇട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഒരു ഹാഫ് സ്പൂണും കൂടെ ഇടാം. പിന്നെ നമുക്ക് എന്നാ പറയുന്നത്, തലപ്പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ബാക്കി ഇടാം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്. ആ ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവർക്ക് ഇടാം. പക്ഷേ ഇട്ടാൽ എന്നാന്നറിയോ, നമ്മുടെ കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടെ നല്ലതായിട്ട് ആ പാലിൽ രണ്ടാം പാല് തന്നെ എടുക്കണം. വെച്ചാൽ നമുക്ക് ഇപ്പം പാലില്ല, ആ പാലെടുക്കാൻ മടിച്ചിട്ട് ചെയ്യരുത്. രണ്ടാം പാലിൽ തന്നെ, വെള്ളത്തിൽ വേവിക്കരുത്, രണ്ടാം പാലിൽ തന്നെ വേവിക്കണം. എന്നാലേ കറിക്ക് രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങും ചിക്കനും വേവുന്ന നേരം, ഇപ്പം നമ്മൾ വേവാൻ വെച്ച ചിക്കൻ നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞ് കാണും. നമുക്ക് നോക്കാം. നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തലപ്പാല് ഇതിനകത്തോട്ട് ഒഴിക്കണം. ഈ തലപ്പാൽ ഒഴിക്കുമ്പം, ഒന്നാം പാൽ ഒഴിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ 2 ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ കറി നല്ല കുറുകി വരണം എന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പ് അരച്ചൊഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്വാദ് വരും. ഇതല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ആയാലും മതി. മൈദ എപ്പോഴും സെക്കൻഡ് ചോയ്സാണ്. മൈദ ഒരു ഇച്ചിരി ഒഴിച്ച് വെച്ച് കലക്കി ഇതിനകത്തോട്ട് ഒഴിച്ചാലും എന്നാ പറയുന്നത്, നല്ല ഇച്ചിരി ഒരു തിക്ക് കൺസിസ്റ്റൻസി വരും. ഇതിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട്, ഇതിപ്പോൾ തനി ഒന്നാം പാല് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വേവിച്ച ഉരുളക്കിഴങ്ങിൻ്റെ ഒരു തിക്നെസ് നമ്മുടെ ഗ്രേവിക്ക് ഉണ്ട്. അപ്പോൾ ഇത് ഒന്നാം പാല് മാത്രമേ ഉള്ളൂ. ഈ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നമ്മൾ തിളപ്പിക്കണ്ട. ഇതുപോലെ ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ബാക്കി വെച്ചിരുന്ന 2-3 ഇതള് തക്കാളീൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ടിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് അടച്ചാൽ മതി. പക്ഷേ ഇപ്പം നമ്മുടെ ഈ കറി ഇങ്ങനെ നോക്കിയിട്ട് ഒരു സുഖമില്ല. പക്ഷേ ഇച്ചിരി മല്ലിയിലയും കൂടെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ എൻ്റെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഞാൻ ഇടാം. കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഈ സമയം കുറച്ച് കുരുമുളക് നമ്മൾ തല്ലി വെച്ചേക്കുന്നതല്ലേ, അതിൻ്റെ മേളിൽ ആ ഒരു എന്നാ പറയുന്നത്, പൊടിയല്ല, ആ തല്ലിയ കുരുമുളക് മാത്രം ഇതിൻ്റെ മേളിലോട്ട് അങ്ങ് വെതറുക. നമ്മുടെ കറി തിളച്ച് കഴിഞ്ഞു.
ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇതങ്ങ് ഓഫ് ചെയ്തേക്കാൻ മതി. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ആയി കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വെജിറ്റേറിയൻ ഡിഷും കൂടെ ഉണ്ടാക്കാം. അത് ഈ പറഞ്ഞ പോലെ ഗ്രേവി അല്ല, അത് കുറച്ച് ഡ്രൈ ആണ്. ഒരു സ്നാക്കായിട്ടൊക്കെ നമുക്കൊരു പാർട്ടിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വെജിറ്റേറിയൻ ഡിഷാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് വെജിറ്റേറിയൻ തന്നെ ആവണം എന്നില്ല. നമുക്ക് ഇതിനകത്ത് പ്രോൺസ് ഉണ്ടാക്കാം. ഈ സെയിം ബാറ്ററിൽ വെച്ച് തന്നെ പ്രോൺസ് ഉണ്ടാക്കാം, അതല്ല ചിക്കൻ ഉണ്ടാക്കാം. നമ്മുടെ ഇഷ്ടം ഏതാ നമുക്ക് കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്ന പനീർ വെച്ചാണ്. ഇതിപ്പോൾ ഈ പനീർ തന്നെ വേണം എന്നില്ല, ചിക്കൻ ആവാം, പ്രോൺസ് ആവാം, ഏത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ കയ്യിൽ എന്നാ ഉണ്ടോ അത് വെച്ച്. പക്ഷെ മുട്ടയിൽ ഇത് ഉണ്ടാക്കാൻ ഒക്കുകയില്ല. എനി നോൺ വെജ്. ഇപ്പോൾ അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. പനീർ വേണം. പനീർ ഒന്നെങ്കിൽ ഈ ഷേപ്പിന് മുറിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പറയുന്നത് ഫിഷ് ഫിംഗർ പോലെ അല്ലെങ്കിൽ ഫിംഗർ ചിപ്സ് പോലെ ഒക്കെ നമുക്ക് മുറിച്ചാൽ മതി. പിന്നെ വേണ്ടിയത് സവാള, അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. പിന്നെ ഇച്ചിരി നാരങ്ങ നീര്. ഇനി വേണ്ടത് മൈദ വേണം, അതിൻ്റെ കൂടെ കോൺഫ്ലവറും വേണം. മൈദയും കോൺഫ്ലവറും എപ്പോഴും എന്നാ പറയുന്നത് 2:1 റേഷ്യോയിൻ്റെ കണക്കാക്കി വേണം അത് എടുക്കാൻ. പിന്നെ വേണ്ടിയത് ഉപ്പ്, ഇഞ്ചി അതും കൊച്ചു കൊച്ചായിട്ട് അരിയണം, വെളുത്തുള്ളി കൊച്ചു കൊച്ചായിട്ട് അരിയണം. പിന്നെ അലങ്കരിക്കാൻ ഇച്ചിരി മല്ലിയില. പിന്നെ വേണ്ടിയത് ഇച്ചിരി കുരുമുളക് പൊടി. പിന്നെ ചില്ലി പേസ്റ്റ് ശരിക്കും നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലിയുടെ വറ്റൽമുളക് എടുത്തിട്ട് ഒരു എന്നാ പറയുന്നത് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെച്ചേച്ച് മിക്സിയിലൊന്ന് അരച്ചേച്ചാൽ മതി. അപ്പോൾ നല്ല പേസ്റ്റ് കിട്ടും, എരിവും കാണത്തില്ല, നല്ല നിറവും കാണും അതിന്. പിന്നെ വേണ്ടിയത് ടൊമാറ്റോ സോസ്. പിന്നെ നമുക്ക് വേണ്ടിയത് ഹണി. പിന്നെ വറുക്കാനുള്ള എണ്ണ. ഇത്രയും മാത്രം മതി. നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കൈവാക്കിന് എന്നതാ ഇൻഗ്രീഡിയൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ വെജ് ഓർ നോൺ വെജ് അതനുസരിച്ച് റേഷ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. അടുപ്പ് കത്തിച്ച് അടുപ്പ് ചീനച്ചട്ടി വെച്ചേച്ച് ഇത് നമുക്ക് പനീർ ആദ്യം വറുത്തെടുക്കണം. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് ഒരു ബൗൾ എടുക്കാം. ബൗൾ എടുത്തിട്ട് ഇത് മൈദായ, ഇത് കോൺഫ്ലവർ, പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കുരുമുളക്. പനീർ നമ്മൾ മുക്കി വറുത്തിടുമ്പോഴത്തേക്ക് ആ പനീറിലൊന്ന് കോട്ടാവണം. അതാണ് നമ്മുടെ കലക്കുന്ന മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇപ്പം നോൺ വെജാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു മുട്ടയും കൂടെ ഇടണം. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇനി എണ്ണ നല്ല ചൂടായിട്ട് ഈ പനീർ അതാ ഞാൻ പറഞ്ഞ കുറച്ച് നീളത്തിൽ അരിഞ്ഞാൽ നമുക്ക് വറുക്കാനും ഒക്കെ എളുപ്പമാണ്. ഇത് എന്നാ പറയുന്നത് അറിയാം, നമ്മൾ ഇത്രയും കൊച്ചായിട്ട് അരിഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരുമിച്ചിട്ട് കുഴച്ചേച്ച് ഇതിനകത്തോട്ട് ഇടാൻ ശ്രമിക്കരുത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഒന്നിനൊന്നായിട്ട് ഒട്ടിപ്പിടിച്ചു പോകും. അപ്പം ഏറ്റവും ഓരോന്നായിട്ട് ഇടാനൊക്കത്തുള്ളൂ. ഇതേപോലെ നമ്മുടെ എല്ലാ പനീറും നമുക്ക് വറുത്തെടുക്കാം. കോൺഫ്ലവർ ഇടുമ്പോൾ തന്നെ നമ്മുടെ പനീറിനൊരു മൊരിഞ്ഞ് നല്ലതായിട്ട് കിട്ടും. ഇനി ഈ ബാക്കി വന്ന എണ്ണ കൂടുതലാണെങ്കിൽ നമുക്കത് മാറ്റാം. അതല്ല കുറച്ച് എണ്ണ ഉള്ളുവാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്നത്, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്രയും പനീറിന് കോട്ട് ചെയ്യേണ്ട ഉള്ളിയാണ്, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള. ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി. നമ്മുടെ ഇട്ട ഇഞ്ചി വെളുത്തുള്ളി സവാളയുടെ പച്ചച്ചൊവ മാറണം. പച്ചച്ചൊവ മാറിയാൽ മാത്രം മതി. എന്നാൽ സവാള ഒരുപാട് മൂത്ത് ബ്രൗൺ കളർ ആവരുത്. ഓക്കെ, ഇത് വയന്ത് ഏകദേശം ഒന്ന് സോട്ടായിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തീ നല്ലതായിട്ട് സിമ്മാക്കണം.
ആക്കി വെച്ച് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ചില്ലി പേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് കാശ്മീരി മുളക് എടുത്തിട്ട് അത് കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുക്കുന്നതാണ് ചില്ലി പേസ്റ്റ്. നമുക്ക് ശരിക്കും കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതാകുമ്പോൾ ഒരുപാട് എരിവില്ല, എന്നാൽ അതിന് നല്ല നിറവും കിട്ടും. കുറച്ച് ടൊമാറ്റോ സോസ്. ഈ സമയത്ത് നമുക്ക് കയ്യിൽ വീട്ടിൽ എന്നതാ സ്പ്രിംഗ് ഓണിയനോ അല്ലെങ്കിൽ സെലറിയോ ഇതൊന്നും ഇല്ലേൽ ഇച്ചിരി മല്ലിയിലാണെങ്കിലും ഇട്ടേച്ചാൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ എൻ്റെ ഫ്രിഡ്ജിനകത്ത് സെലറിയോ സ്പ്രിംഗ് ഓണിയനോ ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു ഇച്ചിരി മല്ലിയില അരിഞ്ഞു വെച്ചേക്കുന്നത് അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടാൻ പോവാം. പക്ഷേ സ്പ്രിംഗ് ഓണിയനും എന്നാ പറയുന്നത് സെലറിയൊക്കെ ഇടുവാണെങ്കിൽ ഒരു ഇച്ചിരി എന്നാ പറയുന്നത് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരും. ഇതിനകത്തോട്ട് നമ്മുടെ പനീർ ഇത് ഫുൾ ഇളക്കിയിട്ട് നമുക്ക് ഒരു ചെറിയ സ്പൂൺ തേനും കൂടെ ഒഴിക്കുക. അഥവാ തേനില്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇട്ടാലും മതി. ശരിക്കും ഇത് ഹണി ഗ്ലേസ്ഡ് പനീറാണ്, അതുകൊണ്ടാണ് നമ്മൾ ഹണി ഒഴിക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചിടണം. എന്നാണെന്നറിയാമോ, നമ്മൾ ഈ ചേർത്ത സോസും എല്ലാം ഒന്ന് പനീറിൽ പിടിക്കണം. ഒരുപാട് പിടിച്ചൊരു ഡിഷായിട്ട് എടുക്കുന്നതല്ല ഇത്, ഇതൊരു ജസ്റ്റ് ഒരു സ്നാക്ക് ഐറ്റം മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചിടാം. ഇപ്പം നമ്മുടെ എന്നാ പറയുന്നത് ചിക്കൻ മപ്പാസും ഹണി ഗ്ലേസ്ഡ് പനീറും റെഡിയായി കഴിഞ്ഞു. ഇനി അതൊന്ന് പ്രസൻറ്റ് ചെയ്താൽ മതി. അത് ശരിക്കും നമ്മുടെ ചിക്കൻ ഓൾറെഡി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും ഉള്ള പോലെ മെസ്സപ്പ് ആകുമ്പോൾ നമ്മൾ ആ ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അതെല്ലാം ഒതുക്കി. ഇനി നമുക്ക് നമ്മുടെ പനീർ മാത്രമേ ഉള്ളൂ പ്ലേറ്റിലേക്ക് ആക്കാൻ. ഇത് ശരിക്കും നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. വലിയ മെനക്കെട്ട ജോലിയൊന്നും അല്ല, പക്ഷേ എന്നാലും വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാനൊക്കെ നല്ലതാണ്. അതല്ല ഒരു പാർട്ടിയൊക്കെ നടക്കുവാണെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ട് എടുക്കാനും നല്ലൊരു ഡിഷ് തന്നെയാണ് ഇത്. ഇത് ട്രൈ ഔട്ട് നോക്കിയിട്ട് നമ്മൾ എന്തായാലും എന്നെ വിവരം അറിയിക്കണം കേട്ടോ.